പാലക്കാട് കൊല്ലങ്കോട് പഴക്കം ചെന്ന വാട്ടർ ടാങ്ക് പൊളിച്ചു മാറ്റുന്നതിനിടെ വൻ ദുരന്തം ഒഴിവായത് തലനാരിഴയ്ക്ക് സമീപത്തെ വീടിന്റെ ഒരു ഭാഗം വൈദ്യുതി പോസ്റ്റും തകർന്നു. ടാങ്ക് തകർന്നു വീഴുമ്പോൾ പരിസരത്ത് നിരവധി ആളുകളും വാഹനവും ഉണ്ടായിരുന്നു. സലാം മുഹമ്മദ് വീറുമായി സലാം, ഇതൊരു കൺട്രോൾഡ് ഡെമോളിഷൻ ആയിരുന്നില്ലേ? പിന്നെ എന്തിനാണ് ആളുകൾ അവിടെ പോയി നിന്നത്? വില്ലേജ് ഓഫീസിലുമാണ് കെട്ടിടത്തിലുമാണ് അപകടം ഉണ്ടായിട്ടുള്ളത്. വില്ലേജ് ഓഫീസിന്റെ ഗേറ്റും ചുറ്റുമതിലും പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. തൊട്ടടുത്ത വീടിന് കാര്യമായി കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. ഇന്നലെയാണ് ഈ സംഭവം ഉണ്ടായത്. ഇന്നലെ കൊല്ലങ്കോട് വില്ലേജ് 1 സമീപത്തുള്ള വാട്ടർ ടാങ്ക്, അത് മീങ്കര ഡാമിൽ നിന്നുള്ള വെള്ളം സ്റ്റോറേജ് ചെയ്യുന്ന ഒരു ടാങ്കാണ്. 2004 ഇതിന്റെ പണി പൂർത്തിയായി ഇത് പ്രവർത്തനം ആരംഭിച്ചത്. പിന്നീട് ബലക്ഷയമുണ്ടെന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് പൊളിച്ചു നീക്കാൻ വേണ്ടി തീരുമാനമെടുത്തത്. ആ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ പൊളിച്ചു നീക്കൽ നടപടികൾ ആരംഭിച്ചത്. ഈ പൊളിച്ചു നീക്കുന്നതിനിടെയാണ് വലിയൊരു കൂറ്റൻ ടാങ്കാണ്, നമുക്ക് ആ ദൃശ്യങ്ങൾ കൃത്യമായി കാണാം. അത് ഇടിഞ്ഞ് വീഴുന്നതിനിടെയാണ്, ഇത് പൊളിച്ചു മാറുന്നതിനിടെയാണ് ഇങ്ങനെയുള്ള സമീപത്തുള്ള വീടിനും അതോടൊപ്പം തന്നെ വില്ലേജ് ഓഫീസിന്റെ കെട്ടിടത്തിനും കേടുപാടുകൾ സംഭവിച്ചത്. ആളുകൾക്ക് ആർക്കും തന്നെ പരിക്കുണ്ടായിട്ടില്ല. തൊട്ടടുത്ത് തന്നെ നിരവധി ആളുകൾ ഉണ്ടായിരുന്നു. സലാം, ഇത് പൊളിച്ചു നീക്കാൻ ഏൽപ്പിച്ച കരാറുകാരൻ എന്തുകൊണ്ടാണ് സുരക്ഷാ നടപടികൾ സ്വീകരിക്കാഞ്ഞത്? ആളുകളെ മാറ്റി നിർത്തിയിട്ട് വേണ്ടത് ചെയ്യാൻ? തീർച്ചയായും ആളുകൾക്ക് പരിക്കേറ്റിട്ടില്ല എന്നുള്ളത്, ആളുകൾ തൊട്ടടുത്ത് തന്നെ ഉണ്ടായിരുന്നില്ല. അത് കുറെ കൂടി അപ്പുറം, അതായത് ഈ ഇതിൽ നിന്നും കുറെ കൂടി ഡിസ്റ്റൻസ് ഉണ്ടായിരുന്നു ആളുകൾ നിൽക്കുന്ന ഭാഗത്ത്. പക്ഷെ ആ രീതിയിലുള്ള അപകടങ്ങളൊന്നും തന്നെ ആളുകൾക്ക് സംഭവിച്ചിട്ടില്ല. ഒരു പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണങ്ങൾ നടത്തുന്നതിന് വേണ്ടിയുള്ള നീക്കമായിരിക്കും അടുത്ത ഘട്ടത്തിൽ നടക്കാൻ പോകുന്നത്. നിലവിൽ ഈ വില്ലേജ് ഓഫീസിന്റെ കെട്ടിടത്തിനും അതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള വീടിനുമാണ് കേടുപാടുകൾ സംഭവിച്ചത്. ആളുകൾക്ക് ആർക്കും തന്നെ പരിക്കേറ്റിട്ടില്ല. ശരി, ബലക്ഷയം വന്നൊരു വാട്ടർ ടാങ്ക് പൊളിച്ചു നീക്കാനുള്ള ശ്രമമാണ്. അതൊരു കൺട്രോൾഡ് ഡെമോളിഷൻ എന്ന് പറയാവുന്ന ഒരു കാര്യമാണ്. പക്ഷേ അവിടെ ആളുകളെയും വാഹനങ്ങളെയും മാറ്റി നിർത്താതെയാണ് ആ പണി ചെയ്തതെന്ന് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. തീർച്ചയായും ആ കരാറുകാരനെതിരെ നടപടി ഉണ്ടായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു.